ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനപ്രിയ നായകൻ ദിലീപിന്റെ പുതിയ സിനിമ ഭബ്ബഭ അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നൊരു ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ പിറന്നാളായിട്ട് ഹാപ്പി ബർത്ത്ഡേ ജനപ്രിയ നായകൻ ദിലീപേട്ട. ആൻഡ് ഈ സിനിമയിലെത്തുന്നത് ദിലീപേട്ടനോടൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരുമുണ്ട്. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. പലരും പല കാര്യങ്ങളാണ് ഇയാളെ പറ്റി പറയുന്നത്. ഇവനെ തളർത്താൻ എന്താ ഒരു വഴി? പറ്റില്ല. ഹാപ്പി ബർത്ത്ഡേ. இந்த வாட்டி മിസ്സേ ആകാതെ. ഭയം, ഭക്തി, ബഹുമാനം, അങ്ങനെയാണ് വരുന്നത് ആ ഭബ്ബഭ ഫുൾ ഫോം. ഇപ്പൊ ആ ഒരു ഓറമൊക്കെ ഒന്ന് തിരിച്ചു വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് ഉണ്ട്. ഈ സിനിമയിലെങ്കിലും ജനപ്രിയ നായകൻ തിരിച്ചു വരണം. അത് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നതാണ്. ഓൺ സ്ക്രീൻസ് ഫ്രം 18th ഡിസംബർ. ഗൈസ്, 18th ഡിസംബർ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ രക്ഷപ്പെടും. ഈ പടം ഹിറ്റ്. ലുക്ക്, അത് ലുക്ക്. ലാസ്റ്റ് വോയിസ് ഓവർ ഉണ്ട ലാലേട്ടൻ അഴിഞ്ഞാട്ടം തുടങ്ങിയാൽ. അതാണ് അവര് ആ ഗ്ലിംസിന്റെ നെയിം ആയിട്ടിട്ടത്, അഴിഞ്ഞാട്ടം തുടങ്ങിയാലാണ്. മൊത്തത്തിൽ ഈ സിനിമയിൽ എൻജോയ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഈ സിനിമയുടെ റൈറ്റേഴ്സും നൂറിൻ ഷരീഫും പുള്ളിയുടെ ഭർത്താവ് ഫഹീം സഹബറുമാണ്. ഇവർ രണ്ടുപേരാണ് റൈറ്റേഴ്സ്. ഈ സിനിമയിൽ ലാലേട്ടൻ നേരത്തെ ഉണ്ടെന്നുള്ള ക്യാമിയോ ഒക്കെ നമുക്ക് അറിഞ്ഞാണ്. ഇപ്പോൾ അവർ വോയിസ് ഓവർ ഇട്ടിട്ടുണ്ട്. ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട് അതിലുണ്ടെന്ന്. ലോജിക്ക് നോക്കാതെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഇതിൽ തളപതി വിജയുടെ ഏതോ ഒരു റെഫറൻസും കാര്യങ്ങളും ഉണ്ട്. കാരണം വിജയുടെ ബർത്ത്ഡേക്കും ഈ ടീം വിജയ്ക്ക് വിഷ് ചെയ്തിട്ടുള്ള പോസ്റ്ററൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സിനിമ 18th ഡിസംബറിനാണ് റിലീസ് ചെയ്യുന്നത്. അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. പടം ഇനി നോക്കാനൊന്നുമില്ല. പടം ഒരു രക്ഷയില്ല, ഹിറ്റ് തന്നെ. ജനപ്രിയ നായകൻ തിരിച്ചു വരട്ടെ. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ദിലീപേട്ടൻ. തിരിച്ചു വരണം. പലർക്കും ദിലീപേട്ടൻ ആരായിരുന്നെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. തിരിച്ചു വരവ് ഉണ്ടാവണം. ആൻഡ് ഇന്ത വാട്ടി മിസ്സേ ആകാതെ.